ഇന്ന് ബൈബിൾ അപ്പസ്തോലേറ്റിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ നിമിഷത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ബൈബിൾ പഠനത്തിന്റെ ഭാഗമായി 2024-25 വർഷ ബാച്ച് അവരുടെ പഠനത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പഠനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവിൽ നിന്നും സർട്ടിഫിക്കറ്റും ഉപഹാരവും ഏറ്റുവാങ്ങുകയാണ്. പ്രായഭേദമന്യേ ആർക്കും വചനത്തെ മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കുമെന്നുള്ളത് ഈ ജീവിതങ്ങൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. പായിപ്പാട് ലൂർദ് മാത ഇടവകയിലെ മക്കളോട് ദൈവവചനം പഠിക്കുവാൻ പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ദീപികാനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ദീപികാനത്തിന് ശക്തി നേടിയാണ് ഞാൻ വചനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ലോഗോസ് ക്വിസിന് അതിരൂപതയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചതിൽ അതിൽ 3-ാം സ്ഥാനം ഞങ്ങളുടെ കോട്ടയം ലൂർദ് ഇടവകയ്ക്കാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾ അതിരൂപത ടീം അംഗങ്ങളോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ലൂർദ് ഇടവകയിലെ ആളുകൾ ഏകദേശം ഒരു 1400ഓളം ഇടവകാംഗങ്ങളുള്ള ഒരു വലിയ ഇടവകയാണ്. അവർക്കൊക്കെ വളരെ വലിയ താല്പര്യമായിരുന്നു ലോഗോസ് ക്വിസും അതേ തുടർന്നുള്ള നൂറുമേനി വചന മനപ്പാഠ മത്സരത്തിലുമൊക്കെ പങ്കെടുക്കുവാനൊക്കെ. ആളുകളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോർജ് സാറിൻ്റെയും ബഹുമാനപ്പെട്ട ബാബു സാറിൻ്റെയും നേതൃത്വത്തിലുള്ള ആ ഒരു ടീം അംഗങ്ങൾ ആളുകൾക്ക് വേണ്ട സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തു. സ്നേഹമുള്ളവരെ, ഞങ്ങൾ സെൻറ്റ് തോമസ് 4 കോടി ഇടവകാംഗങ്ങളാണ്. ഞങ്ങൾക്ക് ലോഗോസ് ക്വിസിൽ ധാരാളം ആളുകളെ, ഏറ്റവും കൂടുതൽ ആളുകളെ അതിരൂപതയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ അഭിമാനവും വലിയ സന്തോഷമായിട്ട് കരുതുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ഫാദർ സക്രിയാസ് കരിവേലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു നിരയാണ് ഇതിനുവേണ്ടി അധ്വാനിച്ചത്. ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററാണ്, ഒപ്പം ഇടവകാംഗങ്ങളാണ്. ഹെഡ് മാസ്റ്ററും വലിയ സഹകരണം നടത്തി. കൂട്ടായ്മ തലത്തിൽ ഓരോ കൂട്ടായ്മകളിലും വൈകുന്നേരങ്ങളിൽ കൂട്ടായ്മ നടക്കുന്ന സമയത്ത് ചെന്ന് അവരെ വ്യക്തിപരമായി കാണുകയും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ലീഫ്ലെറ്റൊക്കെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുകയും അവരോട് പഠിക്കാനൊക്കെ പറയുകയും അതിന് ചെറിയ മത്സര രീതികളൊക്കെ കൂട്ടായ്മ തലത്തിൽ നടത്തിയുമാണ് ഞങ്ങളിതിനെ കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തിയത്. 1988 ഞാൻ ഇവിടെ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. സ്വിറ്റ്സർലൻഡിൽ 32 വർഷം ജീവിച്ചു. അവിടെ ആതുര ശുശ്രൂഷയും സുവിശേഷ വേലയുമായിരുന്നു എൻ്റെ ജോലി. പിന്നെ ബൈബിൾ കോഴ്സിൽ സംബന്ധിക്കാനുള്ള കാരണം ഞാൻ വിചാരിച്ചു, 32 വർഷം ഞാൻ സ്വിറ്റ്സർലൻഡ് ജീവിച്ചു. ആ സ്വിറ്റ്സർലൻഡ് ജീവിച്ചപ്പോൾ എനിക്ക് വചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്കത് പഠിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു നല്ലൊരു അവസരമായിട്ട് ഞാനത് കാണുന്നു. എങ്കിൽ വചനത്തിലൂടെയാണ് മനുഷ്യരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. 24ാമത് ലോഗോസ് ക്വിസ് മത്സരത്തിൽ അതിരൂപതയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുടുംബമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ വിജയത്തിൽ എത്താനായിട്ട് നിങ്ങൾ നടത്തിയ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ലോഗോസിന് വേണ്ടി പഠിക്കുമായിരുന്നു. ഒരുമിച്ചിരുന്ന് ബൈബിളിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തലശ്ശേരി രൂപതയിൽ നിന്നായിരുന്നു ഞങ്ങൾ മത്സരിച്ച് സംസ്ഥാന തലത്തിലെത്തിയത്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ 4-ാം സ്ഥാനം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത്തവണ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നാണ്. കാരണം ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യാണ്, മക്കൾ 2 പേരും തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞങ്ങൾ അമ്പൂരി ഇടവകയിലെ അമ്പൂരി ഫെറോനയിലെ തേക്കുപറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വചനം പങ്കുവെക്കുന്നതിലൂടെ, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിലൂടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. അങ്ങനെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ കൂടുതൽ ബൈബിൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും ഒരു ശാന്തതയുണ്ടാവും. അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തരണം ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനൊരു നേട്ടം കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ബൈബിൾ വായിക്കുകയാണെങ്കിൽ ബൈബിളിലെ വാക്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കാനും സാധിക്കും. ഇപ്പോൾ വചനത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കുവാനും സാധിച്ചിരിക്കുകയാണ്. ഈ വെളിച്ചത്തിൽ കോഴ്സിന് വരുന്നതിന് മുമ്പും ഇപ്പോഴും വചനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
വചനം ഞാൻ കൂടുതലായിട്ട് വായിക്കാറുണ്ടായിരുന്നു. വചനം ഞാൻ വായിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിച്ചു പോകണമെങ്കിൽ എല്ലാം മനസ്സിലാക്കി എടുക്കാൻ മാത്രം നോളജൊന്നും നമുക്ക് കുറവായിരുന്നു. എങ്കിലും നമുക്ക് ആ താല്പര്യം അനുസരിച്ച് നമ്മുടെ രൂപതയിൽ നിന്ന് ഒരു കോഴ്സിൻ്റെ ക്ലാസ് അച്ഛനിങ്ങനെ ഗ്രൂപ്പിലിടുകയും ഞങ്ങൾ കാണുകയും ചെയ്തു. അപ്പോൾ ഈ പഠനം തുടങ്ങിയപ്പം ആദ്യം ചിന്തിച്ചു ഈ 50 മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെയാണ് ശരിക്കും ഈ വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ 50 മണിക്കൂറുകൾ ഒരു വർഷം നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ക്ലാസ് തുടങ്ങിയ പ്രഗത്ഭരായ വൈദികർ, പണ്ഡിതർ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ വചനം വിവരിച്ച് തരാൻ തുടങ്ങിയ സമയം മുതൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം നമുക്കിതിൻ്റെ പൊരുൾ അറിയാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആഴം മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ വായിച്ചു പോകുന്നൊരു വ്യക്തിത്വം മാത്രമായിരുന്നു. പക്ഷേ എങ്കിലും കൂടുതൽ ഈ ഓരോ ക്ലാസ്സിൽ ക്രിസ്റ്റി അച്ഛനിൽ തുടങ്ങി റോബിൻ അച്ഛനിൽ അവസാനിക്കുന്ന ഒരു കോഴ്സായിരുന്നു. അപ്പോൾ പലരുടെ കമ്മ്യൂണിക്കേഷനും പലരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും ഒരു ഗ്രൂപ്പായിരുന്നു ചോദിക്കും, പലർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ലഭിച്ച് അതിൻ്റെ ആ മുന്നിലേക്ക് പോകുന്ന വഴികളിൽ വളരെയേറെ പ്രയോജനമായി. അപ്പോൾ കുട്ടികൾ ചോദിക്കുമ്പം പോലും പല കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പപ്പ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ചില കാര്യങ്ങൾക്ക് മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഇപ്പോൾ നമ്മളോട് കുട്ടികൾ ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ നിന്ന് പറയാൻ പറ്റും. ആരോടും നമുക്ക് വചനങ്ങൾ ധൈര്യത്തോടെ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ ആത്മീയ ധൈര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സിൽ വളരെ സങ്കടം നമുക്ക് ആൾക്കാരെല്ലാം ഇനി എൻ്റെ ഇടവകയിലാണെങ്കിലും അതും മറ്റേ കുടുംബത്തിലാണെങ്കിലും എല്ലാവരും ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് വളരെയേറെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രമാത്രം നമുക്ക് പ്രയോജനമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമായി മാറേണ്ടതാണ് വചനം. ആ വചനം പഠിക്കാൻ എല്ലാവരും കടന്നു വരണമെന്ന് ഞാൻ വളരെയേറെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങൾ ഈ 1 ഇയർ ഒരു വർഷത്തെ കോഴ്സിൽ പഠിക്കുന്ന സമയത്തിൽ വചനം ഞങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് അറിഞ്ഞെങ്ങനെയാണ്. നമ്മൾ മുതൽ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, വചനത്തിൻ്റെ അർത്ഥമോ ആഴമോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്, അത് സത്യമാകുന്നു. തിരുവചനങ്ങളുടെ അർത്ഥവും ആഴവും ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾക്ക് നമ്മളെ തന്നെ തിരുത്താൻ സാധിക്കും. ദൈവവചനത്തോടുള്ള താല്പര്യം നമ്മുടെ ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷവും ഒരു സാക്ഷ്യവുമൊക്കെയാണ്. ദൈവവചനത്തിൻ്റെ ശക്തി അനേകർ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അനേകർ ബൈബിൾ പകർത്തി എഴുതാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർ, ഒരു വർഷം കൊണ്ട് ബൈബിൾ ഒരാവർത്തി വായിച്ചു തീർക്കണമെന്ന് നിർബന്ധമുള്ളവർ, അതുപോലെ വചനം പഠിക്കുന്ന ആൾക്കാർ, മനപ്പാഠം പഠിക്കുന്ന ആൾക്കാർ, ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവർ, അങ്ങനെ തുടങ്ങി ദൈവവചനത്തോട് വലിയ ദാഹവും താല്പര്യമുള്ള അനേകർ നമ്മുടെ സമൂഹത്തിൽ അവരുടെ എണ്ണം ഇന്ന് വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. അത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയൊരു പരിഹാരമായിട്ട് വരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യന് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളും മനുഷ്യന് മനസ്സിലാക്കാനാവാത്ത രഹസ്യങ്ങളുമെല്ലാം ദൈവവചനമാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അതിന് ഇത്തരത്തിലുള്ള ബൈബിൾ, നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ പരിപാടികളും ഉപയുക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കണ്ടില്ലേ ഈ ജീവിതങ്ങൾ? വചനത്തിന് പ്രാധാന്യം നൽകിയ ഇവർ എന്ത് നേടി എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നേക്കാം. ഇതൊരു സാക്ഷ്യമാണ്. വചനമാംസമായ മിശിഹായെ നാം എങ്ങനെ സ്നേഹിക്കണം എന്ന് ഈ ജീവിതങ്ങൾ കാട്ടിത്തരുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം?